കർത്താവിൽ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോൾ നാം പലപ്പോഴും നിരാശരാകാറുണ്ട് അല്ലേ? എന്നാൽ ബൈബിളിൽ യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വിശ്വാസമുണ്ട്. അതൊരു ഇസ്രായേൽക്കാരൻ്റേതല്ല, മറിച്ച് ഒരു കനാന്യ സ്ത്രീയുടേതായിരുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് എന്ന് യേശുവിനെ കൊണ്ട് പറയിപ്പിച്ച ആ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്താണ്? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ ഒരു നിസ്സഹായായ അമ്മ തൻ്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. പക്ഷെ അവളുടെ മുമ്പിൽ അന്ന് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട്. ഒന്നാമതായിട്ട് അവളൊരു കനാന്യ സ്ത്രീയായിരുന്നു. പണ്ട് കനാന്യരെ യഹൂദന്മാർ ഒത്തിരി താഴ്ന്നവരായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. അവരുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങൾക്കും പോവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ശിഷ്യന്മാർ തടയുവാനായിട്ട് ശ്രമിച്ചു. യേശുവും അവളുടെ മുന്നിൽ മൗനമായിട്ട് നിന്നു. നാമും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇവൾ ചെയ്തതുപോലെ നാമും പിന്മാറരുത്. ലോകം നമ്മെ തടയാൻ ശ്രമിച്ചേക്കാം. എന്നാൽ വിശ്വാസം എന്നത് തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കുന്നതാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നവരുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നാണ് പറഞ്ഞത്. അന്ധനായ ബർത്തലമായുടെ കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ജനക്കൂട്ടം അവനെ നിശബ്ദനാക്കുവാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ഉണ്ടായത്. ഈ കനാന്യ സ്ത്രീയും അതുതന്നെയാണ് അവിടെ ചെയ്തത്. അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ടും യേശു എന്താണ് അവളോട് പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നാണ് പറഞ്ഞത്. ഏതൊരു സാധാരണക്കാരനും ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പരിഭവിക്കും. എന്നാൽ അവൾ പറഞ്ഞത്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്നാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നാം താഴ്മയുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അവകാശവാദങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. യാക്കോബ് 4:10 പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുമെന്ന്. വിശ്വാസം എന്നത് ദൈവത്തെ വെല്ലുവിളിക്കലല്ല, മറിച്ച് അവൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കലാണ്. അവളുടെ മറുപടി കേട്ടപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നിമിഷം തന്നെ അവളുടെ മകൾക്ക് വിടുതൽ ലഭിച്ചു. ഉറപ്പുള്ള വിശ്വാസത്തിന് ദൂരപരിധിയില്ല. യേശു അവിടെ പോയി കൈവച്ച് പ്രാർത്ഥിച്ചില്ല, പകരം വചനമയച്ച് സൗഖ്യമാക്കി. നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രശ്നത്തിനും അവൻ്റെ ഒരു വാക്ക് മതി. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നാണല്ലോ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഈ കനാന്യ സ്ത്രീ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക, ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയുള്ളവരായിരിക്കുക. നിങ്ങളെ തളർത്തുന്ന സാഹചര്യങ്ങളുണ്ടാവാം, പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നിർത്തരുത്. നിന്റെ വിശ്വാസം വലുതെങ്കിൽ നിന്റെ അത്ഭുതവും വലുതായിരിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട കനാന്യ സ്ത്രീയുടെ വലിയ വിശ്വാസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നിരാശരായി പോകുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിച്ചു പോകുന്നു. എന്നാൽ കർത്താവെ, മൗനത്തിലൂടെയും അവിടുന്ന് ഞങ്ങളെ പരീക്ഷിക്കുകയും വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുന്നുവെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കനാന്യ സ്ത്രീയെപ്പോലെ ലോകത്തിൻ്റെ പരിഹാസങ്ങളെയും തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിൽ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സൗഖ്യം ആവശ്യമായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുന്നവർക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന ആ സ്ത്രീയുടെ നിലവിളി ഇന്ന് ഞങ്ങളുടെയും നിലവിളിയാണ്. ഞങ്ങളുടെ അയോഗ്യതകളെ നോക്കാതെ അങ്ങയുടെ അളവറ്റ കൃപയാകുന്ന അനുഗ്രഹത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളിൽ വലിയ വിശ്വാസം പകരണമേ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അവിടുത്തെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ അവിടുത്തെ കൃപയാൽ തുറക്കപ്പെടട്ടെ. അചഞ്ചലമായ വിശ്വാസത്തോടെ
ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.